വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ദ ടാരറ്റ് എക്സ്പെഡിഷൻ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ടാരറ്റ് എക്സ്പെഡിഷൻ്റെ വീഡിയോസ് ഈ ഒരു ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റീഡിങ്ങിലേക്ക് പോവാം. സോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള റീഡിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ടോ, ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത് അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടോ, നിങ്ങളത് കോണ്ടാക്ട് ചെയ്യുന്നില്ലേ, എന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും റീസൺ? ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് എ കളക്റ്റീവ് റീഡിങ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് റീഡിങ്സിൽ എന്ന് നോക്കാം. നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ എനർജിയുമായി കണക്ട് ചെയ്യുക, പേഴ്സണെ കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ഈ പേഴ്സൺ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടോ, ഈ ഒരു പേഴ്സൺ അത് നിങ്ങൾ മിസ്സാണോ ചെയ്യുന്നത്, ആ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ്? പ്ലീസ് ഗൈസ് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Angels, please guide us. Angels, please guide us. Ace of Swords, Ten of Pentacles, Queen of Wands, and the Chariot. ഈ ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾ തന്നെ നോക്കൂ, എപ്പോഴും അവരുടെ ചിന്ത നിങ്ങളുടെ അടുത്താണ്. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് എന്തൊക്കെയോ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ മോർ ഓവർ നിങ്ങളുടെ ലൈഫ് അവരുടെ ലൈഫിനേക്കാൾ കുറെ കൂടെ സ്റ്റേബിൾ ആണ്. മേ ബി നിങ്ങൾ ഫിനാൻഷ്യലി അബണ്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് തരുന്ന ഒന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയോട് വളരെയധികം അറ്റാച്ച്ഡ് ആണ്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി ഫാക്ടർ നിങ്ങളുടെ അടുത്തുണ്ട്. ഇപ്പോൾ ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ ജലസ് ആയിരിക്കാം. ബിക്കോസ് അവർ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രശ്നമില്ലാത്ത ഒരു ഫാമിലി, അല്ലെങ്കിൽ മേ ബി ഫ്രീഡം ഉള്ളൊരു ലൈഫ് നിങ്ങൾക്കൊരു പരിധിവരെ അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾ കാരണമോ, നിങ്ങൾ എന്തോ ചെയ്ത കാരണമോ, അവരുടെ ഫാമിലിയിലെ മനസ്സമാധാനം, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല, പക്ഷെ നിങ്ങളുടെ എന്തോ ഒരു കൈൻഡ് ഓഫ് ആക്ട് കാരണമോ ഓക്കെ അവരുടെ സൈഡിൽ അവരുടെ മനസ്സമാധാനം ഇല്ലാതായി പോയ ഒരു വൈബ്രേഷൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു മാജിക്കൽ ഇഫക്റ്റ് ആണ് അവർക്ക് വേണ്ടത്. അല്ലെങ്കിൽ മേ ബി ഇത് എക്സ്ട്രാ മെറ്റൽ കണക്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ സൈഡിലെല്ലാം ഓക്കെ ആണ്, അവരുടെ സൈഡിലൊന്നും ഓക്കെ അല്ല എന്ന കൈൻഡ് ഓഫ് വൈബ്രേഷനിൽ ഇവർ നിൽക്കുന്നത് പോലെ. ആൻഡ് സോർട്ട് ഓഫ് ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള ജലസി, ബിക്കോസ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു, ആ ഒരു പേഴ്സൺ വേണമെന്നുള്ള രീതിയെല്ലാം നിങ്ങളുടെ കയ്യിലുമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ കിട്ടുന്നത്, അവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ അടുത്ത് പല ആൾക്കാരും അട്രാക്ട് ആകുന്നുണ്ട്, അവർക്ക് സ്വയമേ അവരോട് വളരെയധികം ഇൻസെക്യൂരിറ്റി ഉള്ളത് കൊണ്ടും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല, ഇൻസെക്യൂരിറ്റി ഉള്ളത് കൊണ്ടും അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടും ഡിറ്റാച്ച് ആകുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ നിങ്ങൾ എത്ര തന്നെ നിങ്ങളുടെ എനർജി കൊടുത്ത് സ്റ്റേബിൾ ആക്കാൻ ശ്രമിച്ചാലും ഈ ഒരു പേഴ്സൺ വളരെയധികം അൺസ്റ്റേബിൾ എനർജിയിൽ നിൽക്കുന്നു. ബിക്കോസ് അവർക്ക് നിങ്ങളുടെ സ്ഥാനത്താണ് നിൽക്കേണ്ടത്, നിങ്ങൾ ആവുകയോ നിങ്ങൾ കോപ്പി അടിക്കുകയോ അല്ല ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്ഥാനമാണ് അവർക്ക് വേണ്ടത്. സോ എനിക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സൺ വരുന്നതിന് മുമ്പ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്പേസിൽ നിന്നിട്ടുണ്ടാവും. ബട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആണ് എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ നിങ്ങളുടെ ലൈഫ് അപ്പ് ആൻഡ് ഡൗൺ ആവാൻ തുടങ്ങിയത്. ബിക്കോസ് ഈ ഒരു അപ്പ് ആൻഡ് ഡൗണിന്റെ കാരണം പലപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് എനർജി വലിച്ചെടുത്തപ്പോഴാണ്. പക്ഷെ നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നത് ഇത് ലവ് ആണ്, സോ ലവിലെ പെയിൻ ആണ് എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ മോറോവർ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സന്റെ സൈഡിലെ കാര്യം കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഗൈസ്, ഇപ്പൊ നിങ്ങൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലവ് ലൈഫിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് സോർട്ട് ഓഫ് ജലസി നിങ്ങളുടെ അടുത്തുണ്ട്. ആൻഡ് അതിപ്പോ നമ്മൾ എത്ര സ്നേഹിക്കുന്ന ആളാണെങ്കിലും ആ വ്യക്തിക്ക് നമ്മളോടൊരു ഈഗോ, ഒരു ജലസി തോന്നാം. ബിക്കോസ് എക്സ്പെഷ്യലി എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് നിങ്ങൾ നിൽക്കുന്ന സ്പേസിലാണ് അവർക്ക് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ അതാണ് ഈ അക്കരപ്പച്ച എന്നൊക്കെ പറയുന്ന പോലെ അതാണ് ഏറ്റവും നല്ല സ്പേസ് എന്നാണ് ഇവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു, നിങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയൂ, ബട്ട് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാം ഈസിയാണ്, നിങ്ങൾക്കെല്ലാം എളുപ്പമാണ്, നിങ്ങളൊന്നും ഞൊടിച്ചാൽ മതി, എവറിത്തിങ് എല്ലാം നിങ്ങൾക്ക് വന്നു ചേരും എന്ന കൈൻഡ് ഓഫ് എന്തോ ഒരു തെറ്റിദ്ധാരണയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അതുപോലെ തന്നെ
നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഇമോഷൻസ് കൺസിഡർ ചെയ്യാൻ പലപ്പോഴും ബൗണ്ടറി വെച്ചിട്ടുണ്ട് എങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് ആ ഒരു പേഴ്സണും കൂടി തന്റെ എനർജി നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാനും അതുപോലെ നിങ്ങളെ നോക്കാനും ഒത്തിരി ആൾക്കാരുണ്ട്. അവരെ നിങ്ങൾ അങ്ങോട്ട് ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമുള്ളത്, ബിക്കോസ് ദേ ആർ എലോൺ. പക്ഷെ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു, എങ്ങനെ കോപ്പപ്പ് ചെയ്ത് വെക്കുന്നു എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ബട്ട് ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളുടെ സൈഡ് എന്ന് പറയുന്നത് വളരെ നീറ്റാണ്, വളരെ കാമാണ്, വളരെ ബാലൻസ്ഡ് ആണ്, നിങ്ങളുടെ ലൈഫ് ജീവിക്കാൻ വളരെ ഈസിയാണ്. പക്ഷെ ആ ഒരു പേഴ്സന്റെ ലൈഫ് ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ മെയിൻലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ജലസി, ഒരു ഈഗോ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അഥവാ നിങ്ങളുടെ എന്തോ പ്രവൃത്തിയോ നിങ്ങൾ അറിയാതെയോ ഒക്കെ ഈ ഒരു പേഴ്സന്റെ ഫാമിലിയിൽ അത് നെഗറ്റീവായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇമോഷണലി ആ ഒരു പേഴ്സൺ അത് ഹേർട്ട് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു പേഴ്സൺ, നിങ്ങൾക്കും ഈ ഒരു ഹേർട്ട് ഇല്ലല്ലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു ഹേർട്ട് ഉണ്ടാകുന്നില്ല, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ ഈ പേഴ്സൺ നിൽക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സൺ എത്ര തന്നെ ജലസിയും ഈഗോ ഉണ്ടെങ്കിലും നിങ്ങൾ അവരുടെ അടുത്ത് നേരിട്ട് സംസാരിക്കുമ്പോൾ അവരത് അഡ്മിറ്റ് ചെയ്യാൻ, അത് സമ്മതിച്ചു തരാൻ അവർ പലപ്പോഴും തയ്യാറാകാത്തൊരു എനർജിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് ദൂരെ മാറി നിൽക്കാൻ, ലോങ് ഡിസ്റ്റൻസ് ആകാൻ അല്ലെങ്കിൽ ഡിറ്റാച്ച് ആകാൻ ഈ ഒരു സമയം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. വേറെ എക്സ്പ്ലനേഷൻസ് തരികയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ആൽക്കഹോളിസം അല്ലെങ്കിൽ സ്മോക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആകാൻ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ട്രിപ്പ് പോയിരിക്കുകയാണ് ഈ ഒരു പേഴ്സന്റെ ഫ്രണ്ട്സുമായിട്ട്, അങ്ങനത്തെ ഒരു വൈബ്രേഷൻ, ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കാൻ, ദൂരെ നിൽക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന പോലത്തെ ഇമോഷനാണ് കാണുന്നത്. ആൻഡ് ഓൾസോ എനിക്ക് മനസ്സിലാകുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സണുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് നിങ്ങളുടേത് ഈ പേഴ്സണുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെയധികം ജലസിയാണ്. ബിക്കോസ് ആ ഒരു വ്യക്തി ഇത്ര നല്ലതായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിങ്ങൾ ഇത്ര നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഇമോഷൻ നിങ്ങൾ തീരെ കൊടുക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇത്രത്തോളം നല്ല രീതിയിൽ ഒരു വ്യക്തിയെ കെയർ ചെയ്യാൻ സാധിച്ചിട്ട് അവരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ അത്രത്തോളം കൺസേൺ അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തുറന്നു പറഞ്ഞപ്പോൾ അവർ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മേ ബി പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവുക. ബിക്കോസ് ഈ ഒരു പേഴ്സൺ കണ്ടോ എപ്പോഴും നിങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ പറഞ്ഞത് അത് മനസ്സിലിട്ട് തലങ്ങും വിലങ്ങും, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ ബുദ്ധിമുട്ട് എന്താണോ അത് തലങ്ങും വിലങ്ങും ഇങ്ങനെ തലയിലിട്ട് ചിന്തിച്ച് നിങ്ങൾ ഒരു കാര്യം ചെയ്തില്ലെങ്കിലും ഈ ഒരു പേഴ്സൺ തന്നെ സ്വയമേ മറ്റു റിലേഷൻഷിപ്പും നിങ്ങളുടെ കാര്യങ്ങൾ, ഇപ്പൊ ഈവൻ അതൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ആയിരിക്കണം എന്ന് ആണ് എനിക്ക് കാണുന്നത്. കാരണം ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിന്റെ കാര്യം അമിതമായിട്ട് ഇവരുടെ അടുത്ത് ഷെയർ ചെയ്യുകയോ, അല്ലെങ്കിൽ ആ പേഴ്സൺ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ ഭയങ്കര കാണാൻ നല്ല ബ്യൂട്ടിഫുൾ അല്ലേ, അല്ലെങ്കിൽ നല്ല ഹൈറ്റ് ഇല്ലേ, അല്ലെങ്കിൽ ഡ്രസ്സിങ് സ്റ്റൈൽ നല്ലതല്ലേ, ഇങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഈ ഒരു പേഴ്സണോട് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു സമയം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് മനസ്സിലാക്കുന്ന പോലെ നിങ്ങൾ ആ ഒരു വൈബ്രേഷൻ അവരടുത്ത് ഷെയർ ചെയ്യും. പക്ഷെ പലപ്പോഴും അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നൈബേഴ്സിനെ കുറിച്ച് പോലും നിങ്ങൾ സംസാരിക്കുന്നത് മേ ബി ഒരു പേഴ്സൺ ഇഷ്ടമല്ല. ഈവൻ ഫ്രണ്ട്സ്, നൈബേഴ്സ്, അങ്ങനത്തെ വ്യക്തികൾ, അതൊക്കെ അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്ന ഒരു വൈബ്രേഷൻ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒരു ജലസിയിലേക്കും, അല്ലെങ്കിൽ എന്നോട് കാണിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ചെറിയ ചെറിയ നീക്കങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല, മറ്റൊരുവളുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്നു എന്ന ഒരു ട്രിഗറിങ് പോയിന്റിൽ ഈ ഒരു പേഴ്സൺ നിൽക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറൊരു ചോയ്സ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ആളുടെ അടുത്ത് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നൊരു ഇമോഷനിൽ എത്തിച്ചേർന്നതായിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എനിക്കറിയില്ല, ബട്ട് ഈ ഒരു വൈബ്രേഷൻ കുറച്ചേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. മുൻപ് ഇത്രയും വൈബ്രേഷൻ ഉണ്ടായിരുന്നില്ല, ബട്ട് നൗ ദിസ് വൈബ്രേഷൻ ഇസ് കമ്മിങ് ഔട്ട്. ആൻഡ് ഈ ഒരു പേഴ്സന്റെ പേര് എനിക്ക് തോന്നുന്നു RAMBOR GOPS ആൻഡ് V. ഓക്കെ, ഈ വൈബ്രേഷനിൽ വരാം എന്ന് തോന്നുന്നുണ്ട് നിങ്ങളുടെ പേഴ്സന്റെ. ആൻഡ് ഓൾസോ ഐ തിങ്ക് H and F and N. ഓക്കെ, ഈ വൈബ്രേഷനിൽ വരാമെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1, 2 അല്ലെങ്കിൽ 8, 7, 6, 5, 4 ഈ ഒരു രീതിയിൽ വരുന്നതായിട്ടും കാണുന്നുണ്ട്. 2 of Swords, Ace of Pentacles and 7 of Wands.
ആൻഡ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഇമോഷൻ കാണുന്നുണ്ട്. എന്താന്ന് വെച്ചാല് അവരെക്കാൾ ഒത്തിരി നല്ലതാണ് നിങ്ങൾ, അവരെക്കാൾ ഒത്തിരി നല്ലത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആൻഡ് മേ ബി ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലും കരിയർ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറ്റങ്ങൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവരുടേതായിട്ടുള്ള ആ ഒരു സ്പേസിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലൊക്കെ വളരെയധികം ഇൻസെക്യൂർ ആണ്. അപ്പൊ ഈ ഇൻസെക്യൂരിറ്റി മൂത്തിട്ട് വേണമെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതായത് നിങ്ങൾ എത്ര തന്നെ പോസിറ്റീവായിട്ട് നിന്നാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു നെഗറ്റീവ് പാതയിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുകാരിയാണ് അല്ലെങ്കിൽ തെറ്റുകാരനാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇവർക്ക് തന്നെ ഇവരത് നോക്കുന്നില്ല, അത് ബാലൻസ്ഡ് ആക്കാൻ നോക്കുന്നില്ല. നമുക്ക് എന്തൊക്കെ തെറ്റുണ്ട് അതിനെ തിരുത്തു എന്ന കാര്യം, അല്ലെങ്കിൽ അവർ നമ്മളെ ഹേർട്ട് ചെയ്തതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. നമ്മൾ അവരുടെ അടുത്ത് അറിയാതെ പറഞ്ഞു പോയ കാര്യങ്ങളെയാണ് പിന്നെയും പിന്നെയും എടുത്തു വെച്ചിട്ട് അത് ചെയ്തു. അതായത് നിങ്ങളെ ശുദ്ധമായി ഈ ഒരു പേഴ്സൺ ബ്ലെയിം ചെയ്യാൻ ശ്രമിക്കുന്നത് പോലത്തെ ഒരു എനർജി, അഥവാ ഈ ഒരു എനർജി നിങ്ങൾക്ക് പുറമെ കാണുന്നില്ല എങ്കിൽ ഗൈസ് ഈ ഒരു പേഴ്സൺ അകത്ത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറെ കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ പൊട്ടിത്തെറികൾ ഉണ്ടാവുക, നിങ്ങൾക്ക് അറിയത്ത് പോലും ഇല്ലായിരിക്കാം. നിങ്ങൾ വിചാരിക്കും വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻ ആണെന്ന്, പക്ഷെ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇതിങ്ങനെ കിടന്ന് ഒരു കത്തുന്ന ഒരു കനല് പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു ഗൈഡൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, പാസ്റ്റ് ലൈഫ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. ബിക്കോസ് പാസ്റ്റ് ഇസ് പാസ്റ്റ്, അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വന്ന പുതിയ ഒരാളുടെ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് എല്ലാം തുറന്നു പറഞ്ഞാലേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നൊരു അപ്രോച്ചിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഉള്ള മനസ്സമാധാനവും കൂടി പോയി കിട്ടും. ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ സങ്കടപ്പെടുത്താൻ അല്ലെങ്കിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫിനെ ഇംബാലൻസ്ഡ് ആക്കാൻ പല 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 കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഓൾറെഡി ഈ ഒരു പേഴ്സൺ അറിയാം ഈ പേഴ്സൺ എന്തൊക്കെ നിങ്ങളെ ബ്ലെയിം ചെയ്താലും അത് തെറ്റാണ്. ബിക്കോസ് ഓൾറെഡി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ബാലൻസ്ഡ് ആണ്, അതുപോലെ തന്നെ അവരെയും നിങ്ങൾ ബാലൻസ്ഡ് ആക്കിയിട്ടുണ്ട് എന്ന കൈൻഡ് ഓഫ് ഇമോഷനാണ് എനിക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ അറിയാം നിങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റും ഇല്ല എന്ന്. ബട്ട് സ്റ്റിൽ ആ ഒരു പേഴ്സൺ എനിക്ക് കിട്ടാത്തത് നിനക്കും കിട്ടണ്ട എന്ന കൈൻഡ് ഓഫ് എനർജി നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. Angels, please guide us. Yes, ഈ ഒരു പേഴ്സൺ തനിക്ക് ഉള്ള കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ തനിക്കുള്ള ഇൻസെക്യൂരിറ്റീസിനെയും തൻ്റെ ബൗണ്ടറീസിനെയും ഹീൽ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല, അതിന് എഗൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല. മറ്റുള്ളവരുടെ സ്റ്റെബിലിറ്റികളെ എങ്ങനെ ഇൻസ്റ്റേബിൾ ആക്കാം എന്ന കാര്യത്തെക്കുറിച്ച് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ എപ്പോഴും ന്യൂ തിങ്സ് ഹാപ്പൻ ചെയ്യണം, എപ്പോഴും പുതിയ പുതിയ ആൾക്കാർ തങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു ഇമ്പാക്റ്റിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന ഈ പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ വ്യക്തിയുമായിട്ട് മീറ്റിങ്ങും പെട്ടെന്ന് കമ്പനി ആകുന്നതും ഒരു പരിധിവരെ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവർ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങളെ ആയിരിക്കാം, അവരെ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ തന്നെ അവരുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം നിങ്ങളെക്കുറിച്ച് തിരക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു എനർജി അവർക്ക് തീരെ പറ്റാത്ത ഒരു എനർജി ആണെന്നാണ് എനിക്ക് കാണുന്നത്. ഞാൻ സോഡിയാക് സൈൻസ് ഇവിടെ വ്യക്തമാക്കാം. ഏരിസ്, ലിയോ, സജിറ്റേറിയസ്, ഇവർക്ക് നല്ല ജലസി നിങ്ങളുടെ അടുത്തുള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ എന്തൊക്കെ ഷെയർ ചെയ്യണമെന്നും എന്തൊക്കെ ഷെയർ ചെയ്യേണ്ടതെന്നും നിങ്ങളൊന്ന് ഒരു ബൗണ്ടറി വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഏറസ്, ലിയോ, സജിറ്റേറിയസിന്റെ വേറൊരു വൈബ്രേഷൻ ആണ് അവരെ എപ്പോഴും നിങ്ങൾ കോൺഫിഡന്റ് ആക്കി വെക്കുക. അവരെപ്പോഴും നിങ്ങൾക്ക് അത് തന്നു ഇത് തന്നിട്ടുണ്ട്, നിങ്ങൾ കാരണമാണ് ഞങ്ങളുടെ ലൈഫ് മെച്ചപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ആകത്തില്ലായിരുന്നു എന്ന രീതിയിൽ അവരെ എപ്പോഴും നിങ്ങൾ പ്രശംസിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് അവര് കാരണമാണ് എന്നൊരു എനർജി നിങ്ങൾ എപ്പോഴും മുന്നോട്ട് വെക്കണം എന്നൊരു രീതിയിൽ ഇവർ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് അതാണ് വേണ്ടത്, അതായത് അവരെ പുകഴ്ത്തുക. ആരുടെ അടുത്താണെങ്കിലും അവരെ പുകഴ്ത്തുക. നിങ്ങൾ ആരുടെ അടുത്തെങ്കിലും അവർ പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി ജീവിതകാലം മുഴുവൻ നിങ്ങളെ ഇല്ലാണ്ടാക്കാൻ. ഓക്കെ, ആൻഡ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് താൻ ഗ്രേറ്റ് ആണ്, താനാണ് എല്ലായിടത്തും ഓടി നടക്കുന്നത് എന്ന് കാണിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായി കൺസീവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇഫ് അത് നിങ്ങൾക്ക് പോസിബിൾ ആകുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കുറ്റമാണ്, നിങ്ങൾക്കാണ് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു ജേർണി അല്ലെങ്കിൽ ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് ഈ ഒരു പേഴ്സൺ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എങ്കിൽ ഗൈസ് മനസ്സിലാക്കുക ഈ ഒരു പേഴ്സൺ
പേഴ്സൻ്റേതാണ് ആ തെറ്റ്. ബട്ട് ഈ ഒരു പേഴ്സൺ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മൊത്തമായിട്ട് പുറത്ത് വെളിപ്പെടുത്താതെ അതിന് പകരം നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു എനർജിയിൽ കൊണ്ടുപോയി നിർത്തുന്ന എനർജിയാണ് എനിക്കിതിനകത്ത് കാണുന്നത്. മെയിൻലി അവർക്ക് നിങ്ങളുടെ കിങ് ആവണം അല്ലെങ്കിൽ നിങ്ങളുടെ ക്യൂൻ ആവണം. പക്ഷെ സത്യത്തിൽ നിങ്ങളാണ് കിങ് അല്ലെങ്കിൽ നിങ്ങളാണ് ക്യൂൻ. അവരെന്ന് പറയുന്നത് ഒരു ഭടന്റെ എനർജിയിലേ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ഇംബാലൻസ് അവർക്ക് ഭയങ്കരമായി ട്രിഗർ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് അവരുടെ സെൽഫ് റെസ്പെക്റ്റിന് കോട്ടം വരുന്നുണ്ട്. പക്ഷെ ഗൈസ്, നിങ്ങളൊന്നും ചെയ്യുന്നതല്ല. അവരുടേതായിട്ടുള്ള ആ ഒരു വൈബ്രേഷൻ നിങ്ങളെക്കാൾ താഴെയാണ്. അവർ മേ ബി സ്പിരിച്വലി അവേക്കൻഡ് ആയിരിക്കില്ല. ജലസി ഉള്ളവർ തീരെ സ്പിരിച്വലി അവേക്കൻഡ് ആയിരിക്കില്ലല്ലോ. മറ്റൊരുത്തന്റെ കാര്യങ്ങളെ കുറിച്ച് ഗോസിപ്പ് ചെയ്യുന്നത്, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത്, അതിപ്പോ നിങ്ങളാണെങ്കിലും ശരി അവരാണെങ്കിലും ശരി, നിങ്ങൾ ഒരിക്കലും സ്പിരിച്വലി അവേക്കൻഡ് അല്ല. നിങ്ങൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ പോലും എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ എത്താത്ത വ്യക്തികൾക്ക് ഇങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നൊരു കൈൻഡ് ഓഫ് ഫ്ലേർട്ടിങ് എനർജി നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ അവരെ രാജാവോ രാജ്ഞിയോ പോലെ ട്രീറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ സഫർ ചെയ്ത് അവര് നല്ലതാണ് അല്ലെങ്കിൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും എഗ്രി ചെയ്യണം എന്നൊരു ഇതാണ്. ഇപ്പോൾ മേ ബി ഇപ്പോൾ എക്സ്ട്രാ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് എന്നാൽ നിങ്ങളുടെ അമ്മയാണെങ്കിൽ അവരെ വാനോളം ഉയർത്തുക, അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, ആൻഡ് ഇവരെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. ഇപ്പൊ അവരുടെ സിസ്റ്റർ ആണെങ്കിലും അവരുടെ ബ്രദർ ആണെങ്കിലും അവരുടെ അച്ഛനാണെങ്കിലും എല്ലാവരെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്നൊരു ഇത്തിരി സ്നേഹം അവരിങ്ങനെ എറിഞ്ഞു തരിക. ഓക്കെ, അങ്ങനത്തെ ഇമോഷനാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. ഇപ്പോൾ മധുരമായി സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഫാമിലിയുടെ ഇതിൽ വരുമ്പോഴത്തേക്ക് ഒരു ഫാമിലിയുടെ സൈഡിൽ നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ബിക്കോസ് അവരുടെ ഫാമിലിയെ നിങ്ങൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. നിങ്ങൾ എന്നത് അവരെക്കാൾ താഴെയുള്ള എനർജിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം എന്നൊരു എനർജിയാണ് എനിക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ആൻഡ് എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പേഴ്സൺ എപ്പോഴും അവരുടെ ഫാമിലിയെക്കുറിച്ചും അവരെക്കുറിച്ചുമാണ് മെയിൻലി പ്രയോറിറ്റൈസ് ചെയ്യുന്നത് റാദർ ദാൻ നിങ്ങളെക്കുറിച്ച്. ഓക്കെ, അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സോ ഇങ്ങനെയുള്ള ഒരു വൈബ്രേഷനിലാണ് നിങ്ങളുടെ കണക്ഷൻ നിൽക്കുന്നത്. ആൻഡ് സ്റ്റിൽ നിങ്ങൾ റീകൺസിലേഷൻ വേണം അല്ലെങ്കിൽ ഒരു റീയൂണിയൻ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഈ ഒരു കൈൻഡ് ഓഫ് വൈബ്രേഷനിൽ നിങ്ങൾ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഈ ഒരു പേഴ്സൺ നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് താല്പര്യമുണ്ടോ? ആൻഡ് എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊരു ടോറസ് വെർഗോ കാപ്രിക്കോൺ വൈബ്രേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു തിരിച്ചു വരവ് പോസിബിൾ ആണ്, ഒരു യൂണിയൻ പോസിബിൾ ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ എൻറ്റയർ റുട്ടീൻ മാറിപ്പോകും. ഓക്കെ, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിന്റെ വൈബ്രേഷൻ ഒക്കെ ഈ കൈൻഡ് ഓഫ് വാമ്പയർ എനർജിയിൽ ഈ ഒരു പേഴ്സൺ വലിച്ചെടുക്കും. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പോകാം. നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡിനെ ഇവർ കൊന്നുകളയും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളെ നെഗറ്റിവിറ്റി, ഡിപ്രഷൻ, സാഡ്നെസ്, ഡിലേസ്, അരോഗൻസ്, ദേഷ്യം അതിലൊക്കെ കൊണ്ട് തള്ളിയിടുന്ന ഒരു എനർജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന്. ഈ ഒരു എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ മനസ്സിലാക്കാൻ നിങ്ങളുടെ പേഴ്സൺ ട്രൂലി നിങ്ങളുടെ അടുത്ത് വളരെയധികം ജലസ് ആണ്. നിങ്ങൾ മുന്നോട്ട് ഗ്രോത്ത് ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത്, എങ്ങനെയാണ് ഒരു വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ജലസി തോന്നുക എന്നതാണ്. അത് ആ ഒരു വ്യക്തിയേക്കാൾ നിങ്ങൾ ബെറ്റർ ആണെന്ന് ഏത് പോയിന്റിൽ തോന്നുന്നുവോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെക്കാൾ കൂടുതൽ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് ഏത് പോയിന്റിൽ തോന്നുന്നു, ആ ഒരു സമയത്ത് അവർക്ക് ജലസി ഉണ്ടാവാനുള്ള സാധ്യത. ആൻഡ് നിങ്ങളുടെ പേഴ്സണേക്കാൾ 1, 2, 3 പടി നിങ്ങൾ ഉയർച്ചയിലായതുകൊണ്ട് ഈ ഒരു പേഴ്സൺ ട്രൂലി നിങ്ങളുടെ അടുത്ത് ജലസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സ്റ്റേബിൾ ആയി പോകുന്നില്ല, ഇഗ്നോർ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അവരെക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയത് കൊണ്ടാണ്. ഇഫ് നിങ്ങളുടെ വൈബ്രേഷൻ നല്ല രീതിയിൽ ബാലൻസ്ഡ് ആണെങ്കിൽ അതിനെ കോപ്പപ്പ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോവുക, അനാവശ്യ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കുക, നിങ്ങളുടെയും അവരുടെയും ലെവൽ സെയിം വൈബ്രേഷനിലാണെന്ന ഇമ്പാക്ട് നിങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവരെ ഇരുത്തുക. ഓക്കെ, അഥവാ ഈ ഒരു കണക്ഷൻ എത്രത്തോളം വേഴ്സ്റ്റ് ആയി പോവുകയാണെങ്കിൽ ദയവ് അത് മാനിഫെസ്റ്റ് ചെയ്ത് തിരിച്ചു പിടിക്കാൻ നോക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഹെഡ് ചെയ്ത് പോവുക. ബിക്കോസ് ഒരിക്കലും ഒരു ക്യൂനിന് ഒരു ഭടനെ അല്ലെങ്കിൽ ഒരു രാജാവിന് ഒരു തോഴിയെ തൻ്റെ ക്യൂനായിട്ടോ അല്ലെങ്കിൽ കിങ് ആയിട്ടോ വയ്ക്കാൻ സാധിക്കുകയില്ല. അവർക്ക് തമ്മിൽ വളരെയധികം അന്തരമുണ്ട്. അവരുടെ സ്വഭാവങ്ങളിൽ, അവരുടെ സ്റ്റാൻഡേർഡിൽ, അവരുടെ രീതിയിൽ, അവരുടെ വസ്ത്രത്തിൽ, അവരുടെ പണികളിൽ ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളെ ആര് ഡിസേർവ് ചെയ്യുന്നു അതനുസരിച്ച് ചൂസ് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് ബാലൻസ് കിട്ടും. നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾക്ക് ഇംബാലൻസ് കിട്ടുന്നുണ്ട്, അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്താണ് കുറ്റമെന്ന് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ തമ്മിൽ ഇത്രത്തോളം ഡിസ്റ്റൻസ്, ഇത്രത്തോളം വൈബ്രേഷൻ ഉണ്ട്. ഒന്നുകിൽ
അവരെ നിങ്ങളുടേതായിട്ടുള്ള വൈബ്രേഷനിൽ നിങ്ങൾ ഉയർത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അവരുടെ വൈബ്രേഷനിൽ നിങ്ങൾ താഴ്ന്നു നിൽക്കുക. അവർ പറയുന്ന നീഡ്സ് നിങ്ങൾ സാധിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ്. കുറച്ച് ദിവസം ഞാൻ ഈ ഒരു ചാനലിലായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, ടാരറ്റ് എക്സ്പെഡിഷനിലായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ടാരറ്റ് എക്സ്പെഡിഷന്റെ ചാനൽ തന്നെയാണിത്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്രിസ്റ്റൽസും പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് നമ്മുടെ കരിയർ വൈബ്രേഷനിൽ ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള പുതിയ ബ്രേസ്ലെറ്റ് ആണ് ഫെർനൈറ്റ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് പീസ് നമുക്ക് അവൈലബിൾ ഉണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് പോകാം. ഹൈ വൈബ്രേഷൻ ആണ്. പിന്നെ ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇമോഷണൽ ഹീലിംഗിന് ഏതാണ് വേണ്ടത്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാം. യു ക്യാൻ ഗോ ഫോർ റോസ് ക്വാർട്സ് അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഉന്നക്കൈറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡ് ഗാർനെറ്റിനും പോകാവുന്നതാണ്. അപ്പോൾ പിന്നെ അട്രാക്ഷൻ വേണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ കാർണേലിയൻ ബ്രേസ്ലെറ്റ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഫർദർ മോർ എന്തെങ്കിലും ഡൗട്ടോ പേഴ്സണലൈസ്ഡ് റീഡിങ്ങോ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് ഈ ചാനലിൽ തന്നെ കാണാം. അപ്പോൾ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാൻ. ബൈ ബൈ.